കൗമാരക്കാരുടെ സാമൂഹ്യ മാധ്യമ ഉപയോഗം ഇന്ത്യയിലും വിലക്കുമെന്ന സൂചന നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സന്ദർശന വേളയിൽ ഓസ്ട്രേലിയയിൽ മോദി നടത്തിയ പ്രസംഗമാണ് ചർച്ചകൾക്ക് വഴിയൊരുക്കിയത്. ഓസ്ട്രേലിയൻ സർക്കാർ കൗമാരക്കാർക്ക് സാമൂഹ്യ മാധ്യമ നിരോധനം ഏർപ്പെടുത്തിയതിനെ അഭിനന്ദിച്ചായിരുന്നു മോദിയുടെ പ്രതികരണം. പിന്നാലെയാണ് ഇന്ത്യയിലും നിരോധനം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ പ്രചരിച്ചത്. करके इस सामर्थ्य को कई गुना बढ़ा सकता है। एक्सेलेंसी, मैं तो हमेशा बराबर आपको फॉलो करता हूं और उसमें भी आईटी और सोशल मीडिया की दुनिया में जिस प्रकार से आप कानूनों में बदलाव ला रहे हैं, समाज को बचाने के लिए काम कर रहे हैं, वो दुनिया के लिए एक बड़ा इंस्पायरिंग है। हम आपसे बहुत कुछ उसमें से ले रहे हैं. ലോകത്തിന് പ്രചോദനം നൽകുന്ന തീരുമാനമാണ് ഓസ്ട്രേലിയ കൈക്കൊണ്ടത്. ഞങ്ങൾ നിങ്ങളിൽ നിന്നും പഠിക്കുകയാണ്. ഓസ്ട്രേലിയയുടെ നടപടി താൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. സമൂഹത്തെ സംരക്ഷിക്കാനുള്ള ഈ നിയമനിർമ്മാണം പ്രചോദിപ്പിക്കുന്നതാണെന്നും മോദിയുടെ വാക്കുകൾ. മെൽബണിൽ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. ഇന്ത്യയിലും സമാനമായ നിയന്ത്രണങ്ങൾ വേണമെന്ന ആവശ്യം ശക്തമാകുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ പരാമർശം വലിയ ചർച്ചയാകുകയാണ്. ഓസ്ട്രേലിയയെ പോലെ സാമൂഹ്യ മാധ്യമ നിരോധനത്തെപ്പറ്റി ഇന്ത്യയും ആലോചിക്കുന്നു എന്നതിന്റെ സൂചനയായാണ് മോദിയുടെ വാക്കുകൾ വിലയിരുത്തപ്പെടുന്നത്. കുട്ടികളെയും സമൂഹത്തെയും ഓൺലൈൻ ദുരുപയോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ടതുണ്ടെന്നും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ പ്രായപരിധി ഏർപ്പെടുത്തുന്നതിന് കമ്പനികളുമായി ചർച്ച നടത്തുകയാണെന്നും കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മോദിയുടെ പരാമർശം. 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിക്കാൻ കർണാടക അടുത്തിടെ നീക്കം നടത്തിയിരുന്നു. ആന്ധ്രാപ്രദേശും സമാനമായ നടപടികൾ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഓൺലൈൻ സുരക്ഷാ ഭേദഗതി നിയമപ്രകാരമാണ് ഓസ്ട്രേലിയ 16 വയസ്സിന് താഴെയുള്ളവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിച്ചത്. കുട്ടികളുടെ ക്ഷേമം കണക്കിലെടുത്തായിരുന്നു സർക്കാർ നടപടി. പിന്നാലെ ഗ്രീസ്, ബ്രിട്ടൻ, UAE തുടങ്ങിയ രാജ്യങ്ങളും സമാനമായ നിയമം നടപ്പിലാക്കുകയായിരുന്നു. മെൽബണിൽ സംസാരിക്കുന്നതിനിടെ ഉഭയകക്ഷി ബന്ധങ്ങളുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ യുവതലമുറയുടെ പങ്ക് പ്രധാനമന്ത്രി മോദി എടുത്തു പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.